വെൽക്കം ബാക്ക് ടു ദി കിച്ചൺ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഹോം മെയ്ഡ് ചിക്കൻ ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ പരിചയപ്പെടുത്താം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. 2 ചെറിയ ജിഞ്ചർ, ഗാർലിക്, ലെമൺ, സോൾട്ട്, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, ആവശ്യത്തിന് കറി ലീവ്സും. എടുത്തേക്കുന്നത് 400 ഗ്രാം ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ വരഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മളെ മസാല കൂട്ടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മസാല മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ, 1/4 ടേബിൾ സ്പൂൺ ടർമറിക് പൗഡർ, 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ലെമണും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ്. ഫ്രൈയിലോട്ട് മിക്സ് ചെയ്ത് കൂട്ടെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണേ. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കട്ടിയുള്ള പാന് നമുക്ക് ആദ്യം അടുപ്പിലോട്ട് വെക്കുക. ശേഷം പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലിട്ട് കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ പീസ് അടിയിൽ പിടിക്കത്തുമില്ല. എന്നാൽ ആ ഒരു കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ നമുക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണേ. ഒരു 3 പീസ് ഇട്ട് അതിന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. വളരെ ചെറിയ ഫ്ലെയിമിൽ മാത്രമേ നമുക്ക് ചിക്കൻ ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ 2 സൈഡും ഒന്ന് വെന്ത് വരത്തുള്ളൂ കേട്ടോ. ഫ്രൈ ആയിട്ട് വരത്തുള്ളൂ. നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവേ. ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ ഫ്രൈ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണേ. എങ്ങനെയുണ്ട് ചിക്കൻ ഫ്രൈ ദിത്തു?
കൊള്ളാം, അടിപൊളി, സൂപ്പർ ആയിരുന്നു. ആ നാരങ്ങേൻ്റെ ജാറും മുളകും എല്ലാം പിടിച്ചിട്ടുണ്ട്. സൂപ്പർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അഭിപ്രായം പറയണേ. സൂപ്പർ. അഭിപ്രായമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിക്കൻ കൂട്ട് നമ്മൾ ഇട്ടല്ലോ, അപ്പോൾ അതിലേക്ക് കുറച്ച് കേടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ കേടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ പീസ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ അത് ഇൻഗ്രീഡിയൻസിനോടൊപ്പം ആഡ് ചെയ്യാം കേട്ടോ. ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.